കൈരളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് HSST സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. മൊഡ്യൂൾ 2 ആധുനിക സാഹിത്യത്തിൽ കവിത എന്ന വിഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ തിരുനെല്ലൂർ കരുണാകരൻ, യൂസഫ് അലി കേച്ചേരി, NV കൃഷ്ണവാര്യർ, അതുപോലെ തന്നെ വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്നീ കവികളെക്കുറിച്ചും അവരുടെ പ്രധാന കൃതികളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സിലബസ് വീഡിയോ HSST സിലബസിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് സിലബസ് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് കവിതയെക്കുറിച്ച് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. സിലബസ് ക്ലാസ്സുകൾ ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോയാൽ മതിയോ എന്ന കാര്യവും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. തരിശു നിലങ്ങളിലേക്ക് തിരുനെല്ലൂർ കരുണാകരൻ. കവിയും ഭാഷാ പണ്ഡിതനും അധ്യാപകനും വിവർത്തകനുമായിരുന്നു തിരുനെല്ലൂർ കരുണാകരൻ. 1924 ഒക്ടോബർ 8 കൊല്ലം ജില്ലയിലെ പെരിനാട്ടിൽ PK പത്മനാഭൻ്റെയും N ലക്ഷ്മിയുടെയും മകനായി ജനനം. കൊല്ലം SN കോളേജിൽ മലയാളം ട്യൂട്ടറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. ഗവൺമെൻറ് ആർട്സ് കോളേജിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും അധ്യാപകനായി. 1981 ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചു. 2006 ജൂലൈ 5 അന്തരിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ജീവരേഖയാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കവിതകൾ: സമാഗമം, മഞ്ഞുതുള്ളികൾ, സൗന്ദര്യത്തിൻ്റെ പടയാളികൾ, പ്രേമം മധുരമാണ് ധീരവുമാണ്, രാത്രി, റാണി, അന്തിമയങ്ങുമ്പോൾ, താഷ്കെൻഡ്, ഗ്രീഷ്മസന്ധ്യകൾ, വയലാർ, ഗാന്ധാരി. ഇനി അദ്ദേഹത്തിൻ്റെ വിവർത്തന കൃതികൾ: മേഘസന്ദേശം, അഭിജ്ഞാന ശാകുന്തളം, ജിപ്സികൾ, ഒമർ ഖയ്യാമിൻ്റെ ഗാഥകൾ, പ്രാചീന ഭാരതത്തിലെ ഭൗതികവാദം. ഇദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ: ആശാൻ പുരസ്കാരം, വയലാർ പുരസ്കാരം, മുലൂർ അവാർഡ്, അബുദാബി ശക്തി അവാർഡ്, കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. മലയാള കവിതയിലെ അരുണദശകത്തിലെ കവികളിൽ പ്രമുഖനായിരുന്നു തിരുനെല്ലൂർ കരുണാകരൻ. ലഘുകവിതകൾ, ഭാവഗീതങ്ങൾ, ദീർഘമായ ആഖ്യാന കവിതകൾ, കുട്ടിക്കവിതകൾ, ലളിതഗാനങ്ങൾ, നാടകഗാനങ്ങൾ, മാർച്ചിങ് ഗാനങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള രചനകൾ ഉൾക്കൊള്ളുന്ന കാവ്യപ്രപഞ്ചമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇന്ത്യൻ തത്വചിന്തയിലും മാർക്സിസം ഉൾപ്പെടെയുള്ള തത്വചിന്തകളിലും അദ്ദേഹത്തിന് പാണ്ഡിത്യമുണ്ടായിരുന്നു. മലയാളത്തിലെ വിപ്ലവ കവികളിൽ ഒരാളായാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. പതിതർക്കും മർദ്ദിതർക്കും വേണ്ടി പാടിയ കവിയാണ് കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ കവിതകളിലധികവും അത്തരത്തിൽ നിലവിലുള്ള വ്യവസ്ഥിതിക്കെതിരായി വിപ്ലവാഭിമുഖ്യം പുലർത്തുന്നവയാണ്. അതോടൊപ്പം തന്നെ അവ കാൽപ്പനികവുമാണ്. പുരാണ കഥകളുടെ പുനരാഖ്യാനങ്ങളായ ഗാന്ധാരി, പണ്ട് യമുനാ തീരത്ത് പോലുള്ള മനോഹരമായ കാവ്യങ്ങളും കാണാം. കാളിദാസൻ്റെ മേഘസന്ദേശത്തെ ഗാനരൂപത്തിൽ വിവർത്തനം ചെയ്ത് ആ കാവ്യത്തിൻ്റെ വിവർത്തനങ്ങളിൽ വളരെ മികച്ചു നിൽക്കുന്ന ഒന്ന് വിവർത്തനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ കാവ്യ സബരിയിൽ തന്നെ മികച്ചു നിൽക്കുന്ന ഒരു കൃതിയാണ്. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലൂടെ ഒരു ധീര നൂതന ലോകം നേടിയെടുത്ത ജനതയോടുള്ള ആരാധനയാണ് താഷ്കെൻഡ് എന്ന കവിതയിൽ കാണാൻ കഴിയുന്നത്. തൊഴിലാളികളുടെ ജീവിതത്തിൻ്റെയും നാടൻ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ഒക്കെ കഥകളായിരുന്നു തിരുനെല്ലൂർ കവിതകൾക്ക് അധികവും വിഷയമായിരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? തൊഴിലാളികളുടെ ജീവിതം, അതുപോലെ തന്നെ നാടൻ പ്രണയവും വിരഹവും, ഇവയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളിലെ വിഷയങ്ങൾ. ഏത് കവിതയിലാകട്ടെ ഗാനാത്മകതയും അനാർഭാടമായ ഭാഷയും അകൃത്രിമമായ ഭാവാവിഷ്കരണവുമാണ് തിരുനെല്ലൂരിൻ്റെ കാവ്യശൈലി. അദ്ദേഹത്തിൻ്റെ കാവ്യശൈലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഗാനാത്മകത, അനാർഭാടമായ ഭാഷ, അകൃത്രിമമായ ഭാവാവിഷ്കരണം. എത്ര ലഘുകാവ്യവും മനോഹരമായ ആഖ്യാനം ചെയ്യുന്നു എന്നതിന് തെളിവാണ് തിരുനെല്ലൂരിൻ്റെ തരിശു നിലങ്ങളിലേക്ക് എന്ന കവിത. ഇവിടെ തൊഴിലാളികളുടെ ജീവിതത്തിൻ്റെ തനിമയാർന്ന ചിത്രമാണ് ഉള്ളത്. തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരുമുകിൽ പോലെ വേലക്കാർ, എരിയും വേനലിൽ അറുതിയിലണയും കരുമുകിൽ പോലെ വേലക്കാർ.
എന്ന് തുടങ്ങുന്ന കവിത വിപ്ലവ വീര്യമാർന്ന തൊഴിലാളികളുടെ ഒരു ഉണർത്തുപാട്ടായി മാറുന്നു. ഉടമകൾ വന്ധ്യമാക്കി കെടുതിയിലാക്കിയ വയലുകളെ തങ്ങളുടെ കഠിനാധ്വാനത്തിൽ ഉഴുതുമറിച്ച് ആർദ്രമാക്കി പൊൻകതിർ വിളയിക്കാനാണ് വേലക്കാർ എത്തുന്നത്. കരിമുകിൽ പോലെ തൊഴിലാളികൾ എത്തുന്നത്. കരിമുകിൽ പോലെ എന്ന പ്രയോഗം തൊഴിലാളികളെ സംബന്ധിച്ച് എത്രയും അർത്ഥവത്തായി തീരുന്നു. ഒരു പുതുലോകം തീർക്കാനായി അടിപതറാതെ വിത്തുകളേന്തി വ്യഥകളെയെല്ലാം ഉള്ളിലൊതുക്കി അവർ വരുന്ന ശബ്ദം കേട്ട് നിലം ആർദ്രമായി തീരുന്നു. അവരുടെ ബലിഷ്ഠ കരങ്ങളിൽ അമരാൻ കൊതിക്കുന്നു. വറുതിയോട് പട്ടിണിയോട് അംഗം വെട്ടി പടരും പശിയുടെ തീയോടെ വരുന്ന അവർക്ക് പുതുവിത്തുകളുടെ മണികൾ ഓരോന്നും ഹൃദയത്തിൻ്റെ കണം പോലെയാണ്. ആ വിത്തുകൾ പുലരിക്കതിർ പോലെ മുള പൊട്ടി വരുന്നത് കാണാനും അതിൽ നിന്ന് കനകക്കതിരുകൾ കൊയ്യാനുമാണവർ അലസതയകറ്റി പാടങ്ങളിൽ തങ്ങളുടെ അധ്വാനത്തിൻ്റെ അലകൾ തീർക്കുന്നത്. ഒരു ധീര നൂതന ലോകത്തെയാണ് ഈ തൊഴിലാളികൾ സ്വപ്നം കാണുന്നത്. ഗതകാല ജീർണതകളെ പ്രതിബന്ധങ്ങളെയെല്ലാം ചവിട്ടിമെതിച്ച് കൊണ്ടാണ് അവരുടെ നടപ്പ്. വ്യഥകളെ ഉള്ളിലുരുക്കി കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ തരസാ സൃഷ്ടിസ്ഥിതിയില ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ എന്നതിൽ നിന്നും ലോകമെമ്പാടുമുണ്ടായ തൊഴിലാളികളുടെ വർഗമുന്നേറ്റത്തിൻ്റെയും സംഘടിത ശക്തിയായി മാറിയതിൻ്റെയുമൊക്കെ കഥകൾ വായിച്ചെടുക്കാം. മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ എന്നുകൂടി വായിക്കുമ്പോൾ ലോക തൊഴിലാളി വർഗശക്തി എന്ന വിശാലമായ ഒരു സങ്കല്പത്തിലേക്കാണ് കവിത ചെന്നെത്തുന്നത് എന്ന് കാണാം. അരിയ വസന്ത മഹോത്സവ വേളയിൽ അഴകുകൾ കൊയ്യാൻ അറിയുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്നതിലൂടെ തൊഴിലാളി വർഗ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഉറപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷമുണ്ടായ 3-4 ശതകങ്ങളിൽ അധ്വാനിക്കുന്ന ജനവർഗത്തിൻ്റെ ഒപ്പം നിന്ന ഒരു ഹൃദയാലുവിൻ്റെ അന്തപ്രകമ്പനങ്ങളുടെയും അടരാടുന്ന ജനതയുടെ ധീരതയോടുള്ള ആരാധനാഭാവത്തിൻ്റെയും അവരുടെ അന്തിമ വിജയത്തെക്കുറിച്ചുള്ള ശുഭാപ്തി ബോധത്തിൻ്റെയും വിജയത്തിനു പ്രതിബന്ധങ്ങളായിത്തീരുന്ന പ്രരൂഢ നിഗൂഢ ശക്തികളോടുള്ള ജ്വലിക്കുന്ന അമർഷത്തിൻ്റെയും ഏറ്റുമുട്ടലുകളിൽ അനിവാര്യമായി സംഭവിക്കുന്ന ദുരന്തങ്ങളിൽ ഊന്നി ആർദ്രമാകുന്ന വ്യഥകളുടെയും രൂപരേഖകൾ എന്ന് തിരുനെല്ലൂർ കവിതകളെപ്പറ്റി പറയുന്നതിൽ ഒട്ടും അതിശയോക്തി ഇല്ല എന്ന് ഡോക്ടർ എം ലീലാവതി അഭിപ്രായപ്പെടുന്നുണ്ട്. അടുത്തതായി നമ്മൾ നോക്കുന്നത് വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ കുറിച്ചാണ്. യുഗളപ്രസാദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ കവിത. കവി, അധ്യാപകൻ, പൂജാരി എന്നിങ്ങനെ വ്യത്യസ്ത ജീവിത രംഗങ്ങളിൽ വിഹരിച്ച വ്യക്തിയാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. ആധുനിക കവികളിൽ ഒരാളായി രംഗത്ത് വന്ന വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്നാൽ കാവ്യാദർശത്തിൻ്റെ കാര്യത്തിൽ ആധുനികതയിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുന്നു. സംഗീതത്തിൽ മാത്രമാണ് അദ്ദേഹം ആധുനികതയെ കൂട്ടുപിടിക്കുന്നത്. ഭാരതീയ പൈതൃകത്തിൻ്റെ ശക്തമായ സ്വാധീനമായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതാദർശത്തിൽ കൂടുതലായും കണ്ടത്. ആത്മീയതയായിരുന്നു കവിയുടെ വിഹാരരംഗം. പാരമ്പര്യത്തെയും ആധുനികതയെയും ഉൾക്കൊണ്ട കവിയാണ് അദ്ദേഹം. ഇനി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ നോക്കാം. പ്രണയഗീതങ്ങൾ, ഭൂമിഗീതങ്ങൾ, സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ഗീതം, മുഖമെവിടെ, ഇന്ത്യ എന്ന വികാരം, അതിർത്തിയിലേക്ക് ഒരു യാത്ര, അപരാജിത, ആരണ്യകം, ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, ഉർവശി നൃത്തം, ഓഗസ്റ്റ് 15. ഇതെല്ലാം പ്രധാനപ്പെട്ട കൃതികളാണ്. ഒരിക്കൽ കൂടി നോക്കാം. പ്രണയഗീതങ്ങൾ, ഭൂമിഗീതങ്ങൾ, സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ഗീതം, മുഖമെവിടെ, ഇന്ത്യ എന്ന വികാരം, അതിർത്തിയിലേക്ക് ഒരു യാത്ര, അപരാജിത,
ആരണ്യകം, ഉജ്ജയിനിയിലെ രാപ്പകലുകൾ. എന്താണ് കൃതിയുടെ പേര്? ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, ഉർവശി നൃത്തം, ഓഗസ്റ്റ് 15. ആർഷ പാരമ്പര്യത്തോടുള്ള ആകർഷണം കവിയുടെ സാമാന്യ സ്വഭാവമായി കണക്കാക്കാറുണ്ട്. എന്നാൽ മതമൗലികവാദത്തിൽ വേരൂന്നിയതല്ല അതെന്നും നമുക്ക് നിരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. പുരോഗതിയിലേക്ക് നയിക്കുന്ന ഉന്നതമായ വിപ്ലവ ആഭിമുഖ്യത്തിൻ്റെ കവിതകളായിട്ടാണ് പലപ്പോഴും വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിതകൾ പറയുന്നത്. സമത്വസുന്ദരമായ ഒരു സാമൂഹിക വ്യവസ്ഥിതി സ്വപ്നം കാണുന്നുമുണ്ട് കവി. ചങ്ങമ്പുഴയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഗാനാത്മകത കവിതകളിൽ പ്രകടമാക്കിയ കവിയാണ് അദ്ദേഹം. കാൽപ്പനികവും ഊഷ്മളവുമായ പ്രേമസങ്കല്പങ്ങളിൽ അഭിരമിക്കുന്ന കവിക്ക് ഏതൊരു ആധുനിക കവിതയെയും പിന്നിലാക്കുന്ന സിദ്ധിവിശേഷമുണ്ട്. ഓരോ കവിതയുടെയും ഭാവത്തിനൊത്ത ഈണവും ഭാഷയും ഇണക്കിച്ചേർക്കുന്നതിൽ കവി വിജയിച്ചിരിക്കുന്നു. ഭാരതീയ മൂല്യങ്ങൾ വൈദികവും ഉപനിഷത്പരവുമായ മൂല്യങ്ങൾ അതിനെ സംബന്ധിച്ച് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇരുന്നു കൊണ്ട് ചുരുക്കം ചിലരെങ്കിലും ഒരു ഹിന്ദു മതമൗലികവാദി എന്ന നിലയിൽ നോക്കിക്കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പരമാബദ്ധമാണെന്ന് ഡോക്ടർ എം ലീലാവതി അഭിപ്രായപ്പെടുന്നുണ്ട്. ചിരപുരാതനവും ചിരനൂതനവുമാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിത എന്ന് പ്രൊഫസർ കെ പി ശങ്കരൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കെ പി ശങ്കരൻ്റെ അഭിപ്രായം എന്താണ്? ചിരപുരാതനവും ചിരനൂതനവുമാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിതകൾ. ഇക്കാലത്ത് എന്ത് വിഷയത്തെപ്പറ്റി തുടങ്ങിയാലും ചർച്ച ഒടുവിൽ കവിതയിൽ തന്നെയല്ലേ ചെന്നെത്തുക? അതാണ് ശ്രീ വിഷ്ണുനാരായണൻ നമ്പൂതിരി. അദ്ദേഹം ആരാധിക്കുന്ന ദേവതയും ആ ദേവതയ്ക്ക് അദ്ദേഹം നൽകുന്ന ആരാധനയും അതിനായി അദ്ദേഹം നൽകുന്ന നൈവേദ്യവും എല്ലാം കവിത തന്നെ എന്ന് NV കൃഷ്ണവാര്യർ അഭിപ്രായപ്പെടുന്നുണ്ട്. കവിയുടെ പ്രഥമ കാവ്യസമാഹാരത്തിൻ്റെ അവതാരികയിലാണ് NV കൃഷ്ണവാര്യർ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായയുടെ ആരണ്യക് എന്ന നോവലിലെ ഒരു കഥാപാത്രമാണ് ബീഹാറിലെ പൂർണിയ ജില്ലയിലുള്ള ഒരു അസാധാരണ മനുഷ്യനായി അവതരിപ്പിക്കപ്പെടുന്ന യുഗളപ്രസാദൻ. രാത്രിയിൽ വീടുകളിലെ ചെടികൾ മോഷ്ടിച്ച് അവ കാട്ടിൽ കൊണ്ടുപോയി നട്ട് കാടിനെ വിസ്തൃതമാക്കുകയാണ് അയാളുടെ അസാധാരണമായ പ്രവൃത്തി. ഇവിടെ യുഗളപ്രസാദൻ എന്ന കവിതയിൽ ഒരു അസാധാരണ മനുഷ്യനെ അവതരിപ്പിക്കുകയാണ് കവി. ആരണ്യക ജർജരവേഷ പ്രാകൃത പാംസുസ്നാദ എന്നാണ് കവി ഈ കഥാപാത്രത്തെ അഭിസംബോധന ചെയ്യുന്നത്. കാടിനെ വളർത്തുന്ന ഈ മനുഷ്യൻ്റെ പ്രവൃത്തി ഭ്രാന്തമായി തോന്നുമെങ്കിലും ഇത്തരം ഭ്രാന്തന്മാർ ഉള്ളതുകൊണ്ടാണ് പ്രകൃതി ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത് എന്ന സത്യമാണ് കവി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത നമുക്ക് ബോധാഗ്നി എന്ന യൂസഫ് അലി കേച്ചേരിയുടെ കവിതയെക്കുറിച്ച് നോക്കാം. അതിനു മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. യൂസഫ് അലി കേച്ചേരി സിനിമാ ഗാന രചയിതാവ്, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലാണ് പ്രശസ്തൻ. സൈനബ, 5 കന്യകകൾ, സ്തന്യബ്രഹ്മം, 1000 നാവുള്ള മൗനം, കേച്ചേരിപ്പുഴ, സൂര്യഗർഭം, രാഘവീയം, ആലില, ഓർമ്മയ്ക്ക് താലോലിക്കാൻ എന്നിവ പ്രധാന രചനകൾ. കേച്ചേരിപ്പുഴയൊക്കെ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് നോക്കി വെച്ചേക്കുക. ഒരിക്കൽ കൂടി കൃതികൾ വായിക്കാം. സൈനബ, 5 കന്യകകൾ, സ്തന്യബ്രഹ്മം, 1000 നാവുള്ള മൗനം, കേച്ചേരിപ്പുഴ, സൂര്യഗർഭം, രാഘവീയം, ആലില, ഓർമ്മയ്ക്ക് താലോലിക്കാൻ. ധ്വനി എന്ന സിനിമയിലെ പ്രസിദ്ധമായ ഗാനങ്ങളടക്കം ഒട്ടനവധി സിനിമാ ഗാനങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. സംസ്കൃതത്തിൽ മുഴുനീള ഗാനങ്ങൾ എഴുതി ശ്രദ്ധ നേടി. ലോക സിനിമയിൽ തന്നെ ഇതാദ്യമായാണ് സംസ്കൃതത്തിൽ എഴുതിയ ഗാനത്തിന് ദേശീയ അവാർഡ് ലഭിച്ച ഏക കവിയാണ് യൂസഫ് അലി. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ആശാൻ പ്രൈസ്, ചങ്ങമ്പുഴ അവാർഡ്, നാലപ്പാടൻ അവാർഡ്, വള്ളത്തോൾ അവാർഡ്, രാമാശ്രമം അവാർഡ്, കവന കൗതുകം അവാർഡ് എന്നിങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടി. 1934 മെയ് 16 തൃശൂർ
കേച്ചേരിയിൽ ജനിച്ചു. അദ്ദേഹം 2015 മാർച്ച് 21 കൊച്ചിയിൽ വെച്ച് അന്തരിച്ചു. തീവ്രമായ ജീവിത സ്നേഹത്തിൻ്റെ വിരലടയാളമാണ് കേച്ചേരിയുടെ കവിതയിൽ പൊതുവെ കാണുന്നത്. അപ്പോൾ തീവ്രമായ ജീവിത സ്നേഹമാണ് ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകത. മതാതീതമായ സംസ്കാരത്തിൻ്റെ സാർവജനീന സ്വഭാവം അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് വീക്ഷണദാർഢ്യം നൽകുന്നു. സിനിമാ ഗാന രചയിതാവായി കൂടി അംഗീകാരം നേടിയ യൂസഫ് അലി സ്വന്തം കവിത നവീന കാവ്യസംഗീതങ്ങളിലൊന്നും തളച്ചിടുന്നില്ല. ഭാരതീയ സംസ്കാരത്തിൻ്റെ വിശുദ്ധാംശങ്ങൾ തൻ്റെ കവിമനസ്സിൻ്റെ ഊർജമാക്കിയ ഈ കവി വിഭാഗീയ മതവിശ്വാസത്തിനപ്പുറം മനുഷ്യനന്മ ദർശിക്കുന്നു. മാനവികത അദ്ദേഹത്തിൻ്റെ ശക്തിയിലും ചൈതന്യത്തിലുമാണ് കവി ഊറ്റം കൊള്ളുന്നത്. മാനവികത അതിൻ്റെ ശക്തിയിലും ചൈതന്യത്തിലുമാണ് അദ്ദേഹം ഊറ്റം കൊള്ളുന്നത്. സൈനബയാണ് യൂസഫ് അലിയുടെ ആദ്യ കൃതി. ഭാവാർത്ഥ ഗൗരവവും പദസമ്പന്നതയും യൂസഫ് അലിയുടെ കവിതയ്ക്ക് കൂടുതൽ തിളക്കം വരുത്തിക്കൊണ്ടിരിക്കുന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. സംസ്കൃത ഭാഷ, ആർഷ സംസ്കാരം, ആസ്തിക്യം ഇവയോടുള്ള കവിയുടെ അദമ്യമായ ആകർഷണവും കവിതകളിൽ കാണാം. 1000 നാവുള്ള മൗനം, കേച്ചേരിപ്പുഴ, രാഘവീയം, സൂര്യഗർഭം, ഓർമ്മയ്ക്ക് താലോലിക്കാൻ, മുഖപടമില്ലാതെ, ആലില, അമൃത് എന്നിവയാണ് സമാഹാരങ്ങൾ. 1000 നാവുള്ള മൗനത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 1984 1000 നാവുള്ള മൗനം എന്ന സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ജാതി മത അതിർവരമ്പുകൾ ഭാഷയ്ക്കും സാഹിത്യത്തിനും ബാധകമല്ലെന്ന് തെളിയിച്ച കവിയാണ് യൂസഫ് അലി കേച്ചേരി. കേവലമായ സൗന്ദര്യാനുഭൂതിയിലേക്ക് അനുവാചകനെ ആനയിക്കുന്ന കവിതകളും ഗാനങ്ങളും കൊണ്ട് സമ്പന്നമാണ് അദ്ദേഹത്തിൻ്റെ സർഗസൃഷ്ടികൾ. സത്യം, സൗന്ദര്യം, സ്നേഹം ഇവയാണ് കവിയുടെ കാവ്യപ്രപഞ്ചത്തിനടിസ്ഥാന ധാരയായി പ്രവർത്തിക്കുന്ന ശക്തികൾ. ഭാവാർത്ഥപ്രധാനവും പദസമ്പുഷ്ടവുമാണ് ആ കാവ്യശൈലി. സംസ്കൃത ഭാഷയോടും ആർഷ സംസ്കാരത്തോടും ആസ്തിക്യത്തോടുമുള്ള അദമ്യമായ ആകർഷണം കവി പ്രകടമാക്കുന്നു. ബിംബകൽപ്പനയിലും നവനവങ്ങളായ ആശയ സ്വീകരണത്തിലും കവിക്ക് പ്രത്യേകമായ താല്പര്യം ഉണ്ട്. സംസ്കൃത ഭാഷയോടുള്ള പ്രത്യേകമായ മമത അദ്ദേഹത്തിൻ്റെ കവിതകളിലും ഗാനങ്ങളിലും നിറച്ചാർത്തുകളായി കാണാം. ഏതൊരു സന്ദർഭത്തിനും പ്രമേയത്തിനും യോജിച്ച രീതിയിലുള്ള ഭാവനിബന്ധനം യൂസഫ് അലി കേച്ചേരിയുടെ കവിതകളുടെ പ്രത്യേകതയാണ്. എൻ്റെ ദൈവം, നാദബ്രഹ്മം, സോമയാഗം, വനരോദനം എന്നീ കവിതകൾ സംസ്കൃത വൃത്ത നിബന്ധമാണ്. ഭസ്മക്കാവടിയിൽ ഒരു ഭക്തൻ്റെ ആത്മനിവേദനം കേൾക്കാം. പശ്ചാത്താപത്താലും പാപബോധത്താലും പീഡിതനായ രാമൻ്റെ അന്ത്യനിമിഷങ്ങളാണ് രാഘവീയം എന്ന നാടകീയ സ്വഗതാഖ്യാന കാവ്യത്തിൽ പകർത്തിയിരിക്കുന്നത്. ഹിരോഷിമ ദിനത്തെ അനുസ്മരിച്ചെഴുതിയ കവിതയാണ് ബോധാഗ്നി. നാം ആർജിക്കുന്ന ബോധവുമായി ബന്ധപ്പെടുത്തിയാണ് അഗ്നിയെ കവി കാണുന്നത്. അഗ്നി ഒരേ സമയം ജീവനാധാരമായ പഞ്ചഭൂത ഘടകവും വിനാശകാരിയുമാണ്. കാടിൻ്റെ ഒരറ്റം കത്തിയാളുമ്പോൾ മറ്റേ അറ്റത്ത് സ്വച്ഛ സൗമ്യമായി ചില്ലകളാട്ടി പക്ഷിക്കൂടുകളോടുകൂടി നിൽക്കുന്ന ഒരു മരത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. കാടിൻ്റെ ഒരറ്റത്തു തീയാളിപ്പടരുന്ന നീടുറ്റ മരതക ചാർത്തിൻ്റെ മറ്റേ അറ്റത്തൊരു തൈമരം പാവം. ഇവിടെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാട് ഈ ഭൂമിയുടെ പ്രതീകമായി വരുന്നു. തീയാളി കത്തുമ്പോഴും നാം ഒന്നും അറിയാതെ സ്വസ്ഥമായിരിക്കുന്നു. അറിഞ്ഞു കഴിഞ്ഞാലോ നമ്മളും കവിയെ പോലെ അസ്വസ്ഥരായി മാറാം. കൊച്ചുതുമ്മൻ NV കൃഷ്ണവാര്യർ പണ്ഡിതൻ, കവി, രാഷ്ട്രീയ പ്രവർത്തകൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ അസാമാന്യമായ പ്രതിഭാവിലാസവും കർമ്മകുശലതയും ഒത്തിണങ്ങിയ ഒരു അപൂർവ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ NV കൃഷ്ണവാര്യർ.
അധീശത്വത്തിനെതിരായ ദേശീയ സമരത്തിൽ ഒളിപ്പോരാളിയായി പ്രവർത്തിക്കുന്നതിനായി തൻ്റെ 26-ാം വയസ്സിൽ 1942 ഓഗസ്റ്റ് വിപ്ലവകാലത്ത് ജോലി രാജിവെച്ച കവിയാണ് NV കൃഷ്ണവാര്യർ. സാഹിത്യത്തിൻ്റെ സാമൂഹിക ലക്ഷ്യത്തെക്കുറിച്ച് ഒരു കാലത്തും സംശയമുണ്ടായിട്ടില്ലാത്ത കവി. റൊമാൻറ്റിക് കവിതയോട് നിറഞ്ഞ ആദരമുണ്ടായിട്ടും വാര്യർ അതിനോട് വിട പറഞ്ഞു. ജീവിത യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ച് ഇറങ്ങിത്തിരിച്ചു. യാഥാർത്ഥ്യത്തിൽ നിന്ന് രാഷ്ട്രീയത്തെ അകറ്റി നിർത്താൻ കഴിയുകയില്ല. മാത്രമല്ല, കവിത സാമൂഹ്യം കൂടിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവനങ്ങൾ രാഷ്ട്രീയ വസ്തുതകൾ ചേർന്നവയായിരുന്നു. അതിൽ സ്വാതന്ത്ര്യാവേശവും സമരോഷ്മളതയും അലിഞ്ഞു ചേർന്നിരുന്നു. NV കൃഷ്ണവാര്യരുടെ നീണ്ട കവിതകൾ മലയാളത്തിൽ ഒരു പരിവർത്തനത്തിന് ഒന്നാം അംഗമായി അംഗീകരിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതയാണ് നീണ്ട കവിതകൾ. 1948 അത് പുറത്തു വരുന്നത്. പുതിയ രചനാരീതി, പുതിയ ജീവിതാവബോധം, പുതിയ ഭാഷാരീതി, പുതിയ അന്തരീക്ഷ രീതി, റൊമാൻറ്റിസിസത്തെ വറ്റിക്കുകയോ ചാമ്പലാക്കുകയോ ചെയ്യുന്ന കൃത്യം എന്നിവ NV കവിതകളുടെ മുഖമുദ്രകളായി. മദിരാശിയിലെ രാത്രി, എലികൾ, ഗാന്ധിയും ഗോഡ്സെയും, നക്സൽബാരി, ജീവിതവും മരണവും, രാഷ്ട്രീയ പെൻഷൻ, പുലരിയും കോഴിയും, കാലവർഷത്തിനോട്, പേടി സ്വപ്നം മുതലായ കവിതകൾ അന്നത്തെ ഭാരതീയ ജീവിത രീതികളോടുള്ള പ്രതികരണങ്ങളാണ്. കാപട്യത്തോട്, അധികാരവാഞ്ചയോട്, ആദർശച്യൂതിയോട്, അനാശാസ്യ സാമൂഹ്യ വ്യവസ്ഥയോട് എല്ലാമുള്ള കുരിശുയുദ്ധങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. സമകാല മനസ്സാക്ഷിയുടെ വേദനകളാണ് കൃഷ്ണവാര്യരുടെ കൃതിയിൽ മുള്ളുകളായി നീളുന്നത്. മുള്ളുകൊണ്ട് നീറുന്ന ഹൃദയത്തിൽ ചോരത്തുള്ളികൾ കൊണ്ട് കവിത എഴുതുന്ന സത്യസന്ധതയ്ക്ക് കൃഷ്ണവാര്യർ ഒരിക്കലും ഇളവനുവദിച്ചിട്ടില്ല. കാൽപ്പനിക പ്രേമഭാവത്തിൻ്റെ അപഹാസ്യവും ദുർബലവുമായ വശം ചിത്രീകരിക്കുന്നതിലും കവി വിശാലമനസ്കനാണ്. കൊച്ചുതൊമ്മനിൽ അത് കാണാം. പാത്രസ്വഭാവ ചിത്രീകരണത്തിലും അന്തരീക്ഷ സൃഷ്ടിയിലും കഥാഗതിയിലും വാര്യർ റിയലിസ്റ്റിക്കാണ്. പ്രധാന കൃതികൾ: നീണ്ട കവിതകൾ, കുറേ കൂടി നീണ്ട കവിതകൾ, കൊച്ചുതൊമ്മൻ, വിദ്യാപതി, കള്ളദൈവങ്ങൾ, ഗാന്ധിയും ഗോഡ്സെയും, ചാട്ടവാർ, ബുദ്ധചരിതം ആട്ടക്കഥ, ചിത്രാംഗത ആട്ടക്കഥ, കാളിദാസൻ്റെ സിംഹാസനം, പുഴകൾ. ഈ കൃതികൾ പ്രധാനപ്പെട്ടതാണ്, നോക്കി വച്ചേക്കാം. കൊച്ചുതൊമ്മൻ ഒരു വിദ്യാർത്ഥി പുരാണം. കാൽപ്പനിക പ്രണയത്തിൻ്റെ ബാലിഷ്യവും എന്നാൽ സഹതാപാർഹവുമായ ഒരു ചിത്രമാണ് കൊച്ചുതൊമ്മനിൽ ഉള്ളത്. കഥാനായകനായ കൊച്ചുതൊമ്മൻ താമ്പരത്തെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥിയാണ്. ക്ലാസ്സിൽ അശ്രദ്ധയും വഴിനീളെ പ്രേമവും കുളിമുറിയിൽ മൂളിപ്പാട്ടും തിയേറ്ററിൽ കണ്ണോട്ടവും മാർക്ക് നൽകലുമായി കഴിയുന്ന പച്ചപ്പരിഷ്കാരിയായ ഒരു സാധാരണ വിദ്യാർത്ഥി. വൈകുന്നേരം കുടമണി വലിച്ചടിച്ചു കഴിഞ്ഞ് പിച്ചണ്ണൻ പിയൂൺ വാതിൽ പൂട്ടാൻ എത്തുമ്പോഴാണ് കൊച്ചുതൊമ്മനെ പിടിച്ചുണർത്തി ക്ലാസ്സിന് വെളിയിലാക്കുകയാണ് പതിവ്. കൊച്ചുതൊമ്മൻ്റെ അച്ഛൻ റബ്ബർ തോട്ടത്തിലെ ഒരു പാവപ്പെട്ട റൈറ്ററാണ്. പക്ഷേ ആ നിലയിലും കടന്ന ഒരു ഡീസൻസിയോടു കൂടിയാണ് കൊച്ചുതൊമ്മൻ ജീവിക്കുന്നത്. സിൽക്ക് ഷർട്ടും ചുളിവ് വീഴാത്ത ശരായിയും മുയൽ പോൽ തുള്ളും ഷൂസും ധരിച്ച തൊമ്മൻ. യൗവനം, പരിഷ്കാരം, പണം, ഈ മൂന്നും ചേർന്നാൽ കൈവരും സൗഭാഗ്യങ്ങൾ കാകാരവും. കലാശാല മോടിതൻ സർവാംഗീണ മാതൃകയുമാണ്. ക്ലാര ക്ലർക്ക് കൊച്ചുതൊമ്മൻ്റെ സ്ഥിരം പ്രേമഭാജനമാണ്. ആ കോളേജ് പ്രണയം വികസിച്ച കാൽപ്പനിക പ്രേമമായി തീർന്നതാണ്. മിസ് ക്ലാര ക്ലർക്ക് മുന്നിലുള്ളപ്പോൾ ബോറൻ ലെക്ചറിൽ ശ്രദ്ധിക്കുവാൻ മരമല്ലല്ലോ തൊമ്മൻ. പ്രേമഭാജനത്തിന് നിത്യേന പ്രേമലേഖനങ്ങൾ അയക്കുകയുണ്ടായി. പക്ഷേ അവൾ അത് കിട്ടിയ ഭാവം കാണിച്ചില്ല. അങ്ങനെ ദിനങ്ങൾ പോയി, ചൂടേറി, വെള്ളം വറ്റി, പരീക്ഷകൾ അടുത്തു. ആ പ്രേമഭ്രാന്തന് ഒന്നും പഠിക്കുവാൻ സാധിച്ചില്ല. കൊച്ചുതൊമ്മൻ്റെ അച്ഛന് മകനെ ഒരു IAS കാരനാക്കണമെന്നാണ് മോഹം. വലിയൊരു ഓഫീസറായി കാറേറി പാറയിലോ
പുളിമിറ്റത്തു ചെന്ന് പെണ്ണ് കെട്ടണം തൊമ്മൻ. അപ്പച്ചൻ്റെ ഈ മോഹം സാധിക്കുവാൻ എന്തും ചെലവ് ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. മറ്റെന്തിന് പിശുക്കിയാലും മകൻ്റെ കാര്യത്തിൽ പിശുക്കില്ല. അല്ലെങ്കിലും തുച്ഛമായ ശമ്പളം വാങ്ങുന്ന ഒരു റൈറ്റർക്ക് പിശുക്കാതെ എങ്ങനെ കഴിഞ്ഞു പോകാനാകും? താൻ തോറ്റുപോയാൽ അപ്പച്ചനെ പോലെ ഒരു റൈറ്റർ ആകേണ്ടി വരും. കാറും ക്ലാരയും ഉണ്ടാവില്ല. ചുറ്റുമുള്ള വേലക്കാരി പെണ്ണുങ്ങളോട് കയറും മുഖത്തൊക്കെ പോലും തെള്ളിയരിക്കുന്ന അട്ടയെയും കൊതുകിനെയും നേരിട്ടും മറ്റുമുള്ള ജോലിയിൽ വരുന്ന ചെറിയ പിഴവിന് പോലും റൈറ്ററുടെ ശമ്പളം വെട്ടിച്ചുരുക്കിയും ഒടുവിൽ മാസാവസാനം മലമ്പനിയും ദാരിദ്ര്യവും മാത്രം കീശയിലാകുന്ന റൈറ്റർ. പക്ഷേ അവൻ്റെ ഭാവന അവിടെ നിന്നില്ല. ക്ലാരയുണ്ടെങ്കിൽ റൈറ്ററായാലെന്ത്? അവളുണ്ടെന്നാൽ തോട്ടം സ്വർഗമാവില്ലേ, പണി കളിയാവില്ലേ, സ്വപ്നമാവില്ലേ, നഗ്നം സത്യം. ആ രാഗോജ്വല സ്വപ്നങ്ങൾ അങ്ങനെ പടർന്നേറി. ക്ലാരയോട് തൻ്റെ കാര്യം ഗദ്യത്തിൽ പറയാൻ തന്നെ അവൻ ധൈര്യപ്പെട്ടു. അനേക രാപ്പകലുകളിലെ നീറലിനു ശേഷം വിദ്യാർത്ഥികൾ പരീക്ഷാ ചൂടോടെ ക്ലാസ്സിലേക്ക് നടന്നെടുക്കുമ്പോൾ ക്ഷീണനായി അലസ വസ്ത്രം ധരിച്ച് കൂസാതെ ഗേറ്റും കടന്ന് അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. കണ്ണീരു നിറഞ്ഞ മുഖത്തോടെ റെയിൽവേ മേൽപ്പാലത്തിലൂടെ കണ്ണു കാണാതെ നടന്ന കൊച്ചുതൊമ്മൻ ക്ലാരയുമായി കൂട്ടിമുട്ടുന്നു. അവളുടെ പുസ്തകങ്ങൾ തെറിച്ച് താഴെ വീഴുന്നു. അവർ അമ്പരന്ന് നിലതെറ്റി നിൽക്കുമ്പോൾ തൊമ്മൻ അവൾക്കു മുന്നിൽ മുട്ടുകുത്തി നിന്ന് അവളുടെ ഫ്രോക്കിൻ കോണെടുത്ത് അധരത്തോട് അമർത്തി ചേർത്തു. ഓമനെ പ്രിയേ വയ്യീ നൊമ്പരം കരൾ നീറി ചാരമായി ചുണ്ണാമ്പെരിച്ചൂളയായൻ ജീവിതം ഓടണമിന്നീ വണ്ടി എൻ കഴുത്തിന്മേൽ അല്ലാതേടുമോ ദയ നീ എൻ ഭാര്യയായിരിക്കാമോ. കൊച്ചുതൊമ്മനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവൻ്റെ കവിളിൽ മുത്തി അവൾ മെല്ലെ ചൊല്ലുന്നു. ഞാൻ തലശ്ശേരിക്കാരി, അമ്മയില്ലാത്തോൾ, പപ്പ ഗിണ്ടിയിൽ ടിക്കറ്റ് ചെക്കർ, ഇന്നലെ ജയിലിലായി, മദ്യവർജന കുറ്റം ഈ നാഥയെ കാത്താലും, നിന്ദാസിയെ പ്രേയാനെ ദയാവാനെ. ആ അന്തിമരോദനത്തിലും അയാൾ ഷട്ടപ്പ് എന്ന മറുപടിയെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. ഉണ്ടായതോ നിരുപാധികമായ കീഴടക്കം. ഈ അനാഥയെ കാത്താലും നിന്ദാസിയെ പ്രേയാനെ ദയാവാനെ എന്ന പ്രാർത്ഥന തീക്കനലിൽ നിന്ന കൊച്ചുതൊമ്മൻ്റെ ഹൃദയത്തിൽ കുളിർമഴ പെയ്യിച്ചു. അപ്രതീക്ഷിതമായ ഈ സംഭവത്തിൽ നിന്നുണ്ടാകുന്ന പ്രത്യുച്ഛകോടി ഹാസ്യത്തെ ഉണർത്തുന്നു. ഈ ഹാസ്യത്തിൽ ആക്ഷേപം കലരുന്നതിന് ഹേതു വേറൊന്നാണ്. വിവേചനത്തിനുള്ള അശക്തി പരിഹാസ്യമായി തീരുന്നു. ചെറുകഥയിലെ യാഥാർത്ഥ്യബോധം ഇവിടെ കവിതയിലേക്ക് പടർന്നിട്ടുണ്ട്. വാര്യരുടെ മിക്ക നീണ്ട കവിതകളും കഥാപ്രതിപാദനവും വിവരണവും കയ്യേറ്റം നടന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. കൊച്ചുതൊമ്മനിൽ ആകെയുള്ള 25 ഖണ്ഡങ്ങളിൽ 4 ഖണ്ഡങ്ങൾ മുഴുവൻ റബ്ബർ തോട്ടത്തിലെ ജീവിതത്തെപ്പറ്റി വിവരിക്കുന്നതാണ്. വിദ്യാർത്ഥി പുരാണം എന്ന് വിളിച്ചിരിക്കുന്നത് കൊണ്ട് കഥാകഥനം ക്ഷന്തവ്യമായി കരുതാം. കോളേജ് ഹാൾ വർണ്ണിച്ചിരിക്കുന്നിടത്തും മറ്റും വളരെ സമർത്ഥമായ രീതിയിൽ ചുരുങ്ങിയ വാക്കുകളിൽ കവി അത് നിർവഹിച്ചിട്ടുണ്ട്. അലറിച്ചവിട്ടേറ്റു ഗാലറി ഒന്നിച്ചാൾക്കാരെഴുന്നേൽക്കവേ സീറ്റു ചാരിപ്പോയി മേളം കൊട്ടി. കോളേജ് വിടുന്ന സമയത്തുള്ള മണിമുഴങ്ങുന്ന പോലുള്ള ക്ലാസ്സിലെ അന്തരീക്ഷമാണ് കവി അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. സിനിമാ തിയേറ്ററിനുള്ളിൽ മനപ്പാകം വന്നിട്ടില്ലാത്ത ചെറുപ്പക്കാർ കാട്ടിക്കൂട്ടുന്ന കൂത്താട്ടങ്ങളെ വളരെ വാസ്തവികമായി പ്രസ്താവിച്ചിരിക്കുന്നു. ആർക്കലും കൈകൊട്ടലും ചുറ്റിലും കണ്ണോട്ടവും മാർക്കു നൽകലും ഇവിടെയെല്ലാം കവിയുടെ അതിസൂക്ഷ്മ നിരീക്ഷണ സാമർഥ്യം കവിതയ്ക്ക് ഓജസ് വരുത്തിയിരിക്കുന്നു. അറ്റം തട്ടിച്ചണച്ച് സിഗരറ്റ് തീപിടിപ്പിക്കലും വരിമുദ്രകൾ ഈറൻ ചുട്ടികൾ പതിപ്പിച്ചതും ക്ലാരയുടെ ഫ്രോക്ക് വക്രരേഖകളെല്ലാം ഉൾക്കടമാക്കി കാട്ടിയൊട്ടി നിൽക്കുന്നതും വാര്യരുടെ നിരീക്ഷണ സൂക്ഷ്മതയുടെ തെളിവാണ്. കാവ്യശൈലിയിലും പദപ്രയോഗത്തിലും വാര്യർ സ്വതന്ത്രനാണ്. കാൽപ്പനിക ഭാവനയുടെ വികാര തരളതയ്ക്ക് പകരം യാഥാർത്ഥ്യബോധത്തിൻ്റെ ലാളിത്യവും ശക്തിയും ഈ കവിതയിൽ നമുക്ക് കാണാം. ചങ്ങമ്പുഴയും മറ്റും ഉപയോഗിച്ചു പഴകിയ പദസമൂഹങ്ങൾ ഗാനാത്മകമായി കോർത്തുവച്ച് കവിത രചിക്കുന്ന അന്തരീക്ഷത്തിൽ വാര്യരുടെ സ്വതന്ത്രവും ഋജുവുമായ ശൈലിയും വാക്യഘടനയും ഉന്മേഷജനകമാണ്.
പഴയ ഇതിഹാസ കാവ്യങ്ങളിലെ സാങ്കേതിക പ്രത്യേകതകളുടെ ആവർത്തനം ആക്ഷേപഹാസ്യ ചിത്രം രചിക്കുന്നതിന് സഹായകമായിട്ടുണ്ട്. കവിത വായിക്കുന്നവരുടെ അടിയന്തര ശ്രദ്ധയെ അർഹിക്കുന്ന ഒരു കവിയായിരുന്നു NV കൃഷ്ണവാര്യർ. ഇടക്കാല മലയാള കവിതയിലെ ശക്തിയുള്ള ഒരു ശബ്ദം അദ്ദേഹത്തിൻ്റെതായിരുന്നു. കൊച്ചുതൊമ്മൻ ആ ശബ്ദത്തിൽ ഉയർന്ന ആക്ഷേപഹാസ്യ ഛായയുള്ള ശ്രദ്ധേയമായ ഒരു കാവ്യശില്പവും.